വാതിലിനപ്പുറം ഒരു മുതല. വീട്ടുകാരി മുതലേ കണ്ട ഒന്ന് വിറച്ചു. ഒടുവിൽ ഹീറോയായിട്ട് വന്നത് മറ്റാരുമല്ല, ആ വീട്ടിലെ ഒരു വളർത്തുനായയായിരുന്നു. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. അശ്വജിത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേർത്തത്. AJ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ രാവിലെയൊക്കെ വീട് ചെന്ന് തുറക്കുന്ന സമയത്ത് ഒരു മുതലയൊക്കെ കാണുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ പേടിക്കുമല്ലേ? നമുക്ക് മുതലേക്ക് മനുഷ്യനെ തിന്നുന്ന ജീവിയല്ലേ, പേടിക്കും, ഉറപ്പായിട്ടും പേടിക്കും. അപ്പോൾ ഈ നായയുടെ എൻട്രി അത് അടിപൊളിയായിരുന്നു. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നായ വന്ന് കുറിച്ചപ്പോൾ ആ മുതല ഓടുന്ന ഓട്ടം ആ കണ്ടിട്ട് ചിരി വരികയാണ്. അപ്പം ഈ ദൃശ്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയൂ ചേച്ചി. സേതു, നമ്മുടെ നാട്ടിലേക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ വാതിലൊക്കെ തുറക്കുമ്പോൾ സാധാരണ ചിലപ്പോൾ പാമ്പിനെയൊക്കെ കാണാറുണ്ട്. അങ്ങ് അറ്റം പോയാൽ ഈ പറഞ്ഞതുപോലെ പാമ്പിനെയൊക്കെ കണ്ട് പേടിക്കുന്ന വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്ലോറിഡയിൽ നേരെ തിരിച്ചായിപ്പോയി. വീടിൻ്റെ പിൻവശത്തെ വാതിൽ തുറന്നപ്പോൾ ആ വീട്ടുടമ കണ്ടത് മുതല. അത് ഞെട്ടിക്കുന്നതിൽ ഉപരിയായിട്ട് അവരാകെ ശബ്ദരായി പോയി എന്നുള്ളതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ആ വീട്ടിലെ വളർത്തുന്നായ ഒരു മാസ് എൻട്രി നടത്തുകയാണ്, അല്ലേ? കറക്റ്റ് ഒരു ഗംഭീരമായ ഒരു ഹീറോയെ പോലെ എൻട്രി നടത്തുകയാണ്. ആ മുതലെ തുരത്താൻ ധൈര്യത്തോടെ ആ വാതിലിന് മുന്നിൽ നിന്ന് കുരയ്ക്കുകയാണ്. പക്ഷേ ആ മുതലേക്ക് ഉദ്ദേശിച്ചത്ര ഒരു വീര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നായ രണ്ട് പ്രാവശ്യം കുരച്ചപ്പോൾ തന്നെ പിന്നോട്ട് വലിഞ്ഞ് ഓടുകയാണ് ഉണ്ടായത്. ഏതായാലും ഈ കാഴ്ചകൾ ഈ ഫ്ലോറിഡയിൽ ഇത് പതിവാണെന്നുള്ള ഒരു വിവരം കൂടെ പങ്കുവെക്കട്ടെ. കാരണം അവിടെ നിരന്തരം ഈ മേഖലകളിലൊക്കെ മുതലകൾ പതിവായി വീടിന് പരിസരത്ത് എത്തുന്നതൊക്കെ ഒരു പതിവ് കാഴ്ചയാണ്. പക്ഷേ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കൗതുകം ഉയർത്തിയത് ആ മുതലയും നായും തമ്മിലുള്ള പോരാട്ടമാണ്. ഏതായാലും ആ നായക്കുട്ടി വിജയിച്ചിരിക്കുന്നു. ആ നായക്കുട്ടിക്ക് ലോകമെമ്പാടും വലിയ ഫാൻസും ആയിട്ടുണ്ട് ഇതിനോടകം. ശരി.